നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ പിന്നെയും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമുഖത്തേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ പിന്നെയും നോക്കുന്നു. ഞങ്ങളുടെ ജന ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞങ്ങളുടെ പാദപീഠത്തിൽ ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സംസാരിക്കേണ്ടുവണ്ണം ദൈവവചനം സംസാരിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒന്നിച്ചനുഗ്രഹിക്കണമേ. ഈ സഭയുടെ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സഭയിലെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒന്നിച്ച് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളെ ഇരുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹീതമായി നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന് പാസ്റ്റർ എബ്രഹാം സ്കറിയ, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, മറ്റു പ്രിയപ്പെട്ടവർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ഉപവാസത്തിൻ്റെ 4-ാമത്തെ ദിവസം രാത്രിയിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നല്ലോ. ഞാൻ തുടർച്ചയായിട്ടുള്ള 3-ാമത്തെ ദിവസമാണ് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. 3 ദിവസവും ഒരൊറ്റ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നതെങ്കിലും വ്യത്യസ്തമായ ചില ചിന്തകൾ അതിൻ്റെ അകത്തുനിന്ന് ദൈവാത്മാവ് നമുക്ക് നൽകിത്തരട്ടെ. കാരണം ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ ഈ ഒരു വേദഭാഗം. കഴിഞ്ഞ 2 ദിവസങ്ങളും ആ ഭാഗത്തു നിന്ന് ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തീർത്തു. പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമെന്നും പ്രസംഗത്തിൻ്റെ പുസ്തകമെന്നും ഒക്കെ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ തെളിയിക്കാൻ ഈ പുസ്തകത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങളിൽ ഈ പുസ്തകം നമുക്കൊരു മാർഗദർശനം നൽകുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. കാരണം ധാരാളം ആത്മീക ചിന്തകൾ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് പ്രയോജനകരമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം പുതിയ നിയമസഭയിൽ ആരെങ്കിലും ഉപവസിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ ഒരു ഉപവാസം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തെളിയിക്കാൻ പാടുപെട്ടേനേമായിരുന്നു. പല ഉപവാസ പ്രാർത്ഥനകളും നടത്തുമ്പോൾ ആ ചോദ്യം ചെയ്യലിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ തലകുനിക്കുമായിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ എനിക്ക് തോന്നുന്നു, ആമേൻ, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ അവസാനത്തെ അറിയുന്ന ദൈവം, ആമേൻ, സഭയുടെ നാളിതുവരെ ഉള്ള ചരിത്രത്തിന് ദൈവത്തിന് സ്തോത്രം പകരം വെക്കാൻ പറ്റാത്ത 3 മിഷനറി യാത്രകൾക്ക് കാരണമായി തീർന്നത് 5 പേരുടെ ഉപവാസമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരൊറ്റ വാക്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പുതിയ നിയമസഭയിൽ ഉപവാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് മാത്രമല്ല, ആമേൻ, എണ്ണം പറയാത്ത ഒരു ഉപവാസം. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് എണ്ണം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്താത്തതിൻ്റെ കാരണം എണ്ണം പറയാത്ത ഉപവാസമാണ്. ആ ഒരൊറ്റ വാക്യം കൊണ്ട് പുതിയ നിയമസഭയിൽ ഉപവാസമുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിയിക്കാൻ ഒരൊറ്റ വാക്യം മാത്രം മതി. ഒരു ഉപവാസമാണ് ദൈവത്തിന് സ്തോത്രം ചില കാര്യങ്ങളെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കഴിയുന്നതുപോലെ ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം. ഉപവാസം വെറുതെയല്ല, പ്രാർത്ഥനകൾ വെറുതെയല്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഫ്രീക്വൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പദമാണ് ചില ട്രാൻസ്ലേഷനുകളിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിക്ക സമയങ്ങളിലും ഉപവസിച്ചിരുന്നൊരു വ്യക്തിയാണെന്ന് ചിന്തിക്കേണ്ടതായിട്ട് നമുക്ക് വരും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപവസിക്കാൻ കഴിയാത്തതായിട്ടുണ്ടെങ്കിൽ അവർ വിഷമിക്കരുണ്ട, പ്രയാസപ്പെടേണ്ട. പക്ഷേ ആരോഗ്യമുണ്ടെങ്കിൽ, ബലമുണ്ടെങ്കിൽ ചില സമയങ്ങളെങ്കിലും ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, വളരെ വ്യക്തമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ അത് അനുഭവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളോട് സംസാരിക്കും.
അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനും അങ്ങനെയാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ ദിവസം രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടുന്നത്, എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വിശുദ്ധിയിലേക്ക് മടങ്ങി വരേണ്ടുന്നത്, വിശുദ്ധിയുടെ പ്രാധാന്യം ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ദൈവഹിതത്തിലേക്ക് മടങ്ങി വരേണ്ടുന്നതിൻ്റെ അനിവാര്യതയാണ്, ആവശ്യകതയാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശരീരവും മനസ്സും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഒരു പുതിയ നിയമ വിശ്വാസി അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ശരീരത്തെ എങ്ങനെ സമർപ്പിക്കണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. മനസ്സിനെ എങ്ങനെ സമർപ്പിക്കണം? പുതുക്കപ്പെടുന്ന മനസ്സായിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പുതുക്കപ്പെട്ടു, 5 കൊല്ലം മുമ്പ് പുതുക്കപ്പെട്ടു എന്നുള്ളതല്ല, ദിനംതോറും പുതുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? വചനത്താൽ പുതുക്കപ്പെടുകയാണ്, ആത്മാവിനാൽ പുതുക്കപ്പെടുകയാണ്. കാരണം ഈ പുതുക്കപ്പെടലിൻ്റെ അനിവാര്യത എന്താണ്? ഇന്ന് രാത്രിയിൽ ഞാൻ ആ ഭാഗം പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ അധികമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. കാരണം ചില കുഞ്ഞുങ്ങൾ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവശക്തിയാൽ ഈ രാത്രിയിൽ നിറയപ്പെടണം. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് ഞാനത് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണല്ലേ? തീർച്ചയായും ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷെ വചനം ഞാൻ പഠിച്ചപ്പോൾ എവിടെയാണ് ദൈവം സംസാരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ തലയെ കൈവച്ച് ദൈവം നമ്മളോട് ദൂത് പറയും, നമ്മളോട് ആലോചന പറയും എന്നുള്ളതാണ്. അതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ വചനം വായിച്ചപ്പോൾ ഞാനൊരു സത്യം മനസ്സിലാക്കി. വേദപുസ്തകത്തിലെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും ദൈവം സംസാരിച്ചത് വ്യക്തിപരമായാണ്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? വേദപുസ്തകത്തിലെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും ദൈവം സംസാരിച്ചത് വ്യക്തിപരമായാണ്, പേഴ്സണലിയാണ് ദൈവം സംസാരിച്ചത്. ഒരു വലിയ കൂട്ടായ്മയ്ക്കകത്തൊക്കെ ദൈവം സംസാരിച്ച ഇടപെടലുകൾ വളരെ വിരളമാണ്. മോശയോട് ദൈവം സംസാരിച്ചത് ഒരു മരുഭൂമിയിൽ വെച്ചാണ്. യാക്കോബിനോട് ദൈവം സംസാരിച്ചത് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു വല്ലാത്ത പ്രതിസന്ധിക്കകത്തിരിക്കുമ്പോഴാണ്. പൗലോസിനോട് ദൈവം സംസാരിച്ചത് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച്. കൂടെയുള്ളവരാരും ഒന്നും കേട്ടില്ല, താൻ മാത്രമാണ് ആ ശബ്ദം കേട്ടത്. ദാവീദിനോട് പല വേളകളിലും ദൈവം സംസാരിച്ചത് തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകനായ നാഥാനെയൊക്കെ ദൈവം ഉപയോഗിച്ചെങ്കിലും സങ്കീർത്തനത്തിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തോട് കൂടുതലും ദൈവം സംസാരിച്ചത് പേഴ്സണൽ ലൈഫിലാണ്. തെളിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആമേൻ. സങ്കീർത്തനം 27-ന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. മൈ ഹാർട്ട് സേസ്, ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഇൻ മൈ ഹാർട്ട് ഐ ഹേർഡ് എ വോയിസ്, സീക്ക് മൈ ഫേസ്. ദാവീദ് പറയുകയാണ്, ഞാനൊരു ദൈവശബ്ദം കേട്ടു, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? ആ ശബ്ദം പറഞ്ഞത് ഇങ്ങനെയാണ്, സീക്ക് മൈ ഫേസ്, എൻ്റെ മുഖം നോക്കുക. ദാവീദ് ഈ ശബ്ദം കേട്ടത് എവിടാണെന്ന് അറിയാമോ? ദാവീദിന്റെ തലയിൽ പ്രവാചകൻ കൈവച്ചല്ല ദാവീദ് ഈ ശബ്ദം കേട്ടത്. ദാവീദ് ഈ ശബ്ദം കേട്ടത് ദാവീദിന്റെ അകത്ത് നിന്നാണ് കേട്ടത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ദാവീദിന്റെ ഉള്ളിൽ നിന്നാണ് ദാവീദ് ആ ശബ്ദം കേട്ടത്. അത് കേട്ടത് വെറുതെയല്ല. 27-ന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ആമേൻ. ഒരു കാര്യമാണ് ഞാൻ അപേക്ഷിച്ചത്, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഒറ്റ ആഗ്രഹമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ആഗ്രഹം രാജ്യത്തിൻ്റെ അതിർത്തി വിശാലമാക്കുക എന്നുള്ളതായിരുന്നില്ല. തൻ്റെ ആഗ്രഹം രാജ്യാന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നില്ല. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം, എനിക്ക് എൻ്റെ ദൈവത്തെ കാണണം, യഹോവയുടെ ആലയത്തിൽ എനിക്ക് പാർക്കണം. അപ്പം ഇത്രയധികം വാഞ്ചയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവഭക്തനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. എവിടെ സംസാരിക്കാൻ തുടങ്ങി? തൻ്റെ അകത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിരുന്നാൽ ആര് തലേ കൈവച്ചില്ലെങ്കിലും ആര് ദൂത് പറഞ്ഞില്ലെങ്കിലും അകത്തുനിന്നൊരു ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അതെന്താണെന്നറിയാമോ? ആത്മാവായ ദൈവം നമ്മുടെ അന്തരാത്മാവിൽ ഇടപെടുന്ന ശബ്ദമാണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവനോടാണ് ദൈവം സംസാരിക്കുന്നത്.
പ്രാർത്ഥിക്കുന്നവനോടാണ് ദൈവം സംസാരിക്കുന്നത്, പ്രാർത്ഥനയിലാണ് ദൈവം സംസാരിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആമേൻ, 6 മണി നേരത്ത് പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് കയറി. എവിടെ കയറി? വെൺമാടത്തിൽ കയറി. ദൈവത്തിന് സ്തോത്രം. ഹൗസ് ടോപ്പിൽ കയറി എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് കയറി. 6 മണി എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്ക് 12 മണിയാണ്. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് നമ്മളൊക്കെ കട്ടിലേലൊക്കെ ഒന്ന് ചാരാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, ആ സമയത്ത് അദ്ദേഹം കയറി. യഹൂദന് പകല് 4 യാമവും രാത്രിയിൽ 4 യാമവും ഉണ്ട്. യഹൂദൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ചിട്ടയോടെയുള്ള പ്രാർത്ഥന അവർക്കുണ്ടായിരുന്നു. ചിട്ടയായ പ്രാർത്ഥന, ചിട്ടയായ വചനധ്യാനം. നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ചിലർക്ക് നല്ല പ്രാർത്ഥനയുണ്ട്, പക്ഷേ വചനധ്യാനമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പ്രാർത്ഥനയും വചനധ്യാനവും ഒരുമിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൻ്റെ 147 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. അപ്പം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പോലും ഒരു ദൈവഭക്തന്റെ ജീവിതം പ്രാർത്ഥനയിലാണ് ആരംഭിക്കുന്നത്. കാരണം നാട്ടിലാണെങ്കിൽ മലയാള മനോരമയുടെ പത്രമൊക്കെ വായിച്ചാൽ എന്താ പറയുന്നത്? ആമേൻ, ഞെട്ടിപ്പിക്കുന്ന ഹൃദയവേദന ഉണ്ടാക്കുന്ന ആമേൻ വാർത്തകൾ കേട്ട് അന്നത്തെ ദിവസം മുഴുവനും നമ്മുടേത് പോകും. പക്ഷെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ഓരോ ദിവസവും ആരംഭിക്കേണ്ടുന്നത് പ്രാർത്ഥനയിലാണ് ആരംഭിക്കേണ്ടുന്നത്. നീ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. ദൈവത്തിന് നിന്നോട് സംസാരിപ്പാനുള്ള സമയം കൊടുത്തിട്ട് വേണം ആരംഭിക്കാൻ. അവിടെ കൊണ്ട് തീർന്നോ? തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആമേൻ അടുത്ത 148 വാക്യം കൂടെ കാണിച്ചാട്ട് 110 ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത്, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കണ്ടെങ്കിൽ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വചനധ്യാനത്തിന് പ്രാധാന്യമുണ്ട്. യാമങ്ങളിൽ വചനം ധ്യാനിക്കുമായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ പറയാം. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകണം. പത്രോസ് പ്രാർത്ഥിക്കാൻ കയറി, ചിട്ടയുടെ ഭാഗമാണ്. അദ്ദേഹം കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മാവ് തനിക്കൊരു ദർശനമൊക്കെ നൽകി കൊടുത്തു. ആ ദർശനത്തിൻ്റെ പുറകിൽ, ആ കാഴ്ചയുടെ പുറകിൽ ഒരർത്ഥമുണ്ടായിരുന്നു. എന്താണ് അർത്ഥമെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ചില ചിന്താഗതികളെ ദൈവം പൊളിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു യഹൂദനായതുകൊണ്ട് ഒരിക്കലും ഒരു ജാതിയുടെ വീട്ടിൽ പോത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു കുടിക്കത്തില്ല. അത്രയ്ക്ക് തലക്കനത്തോടുകൂടി ഞാൻ യഹൂദനാണെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഈ വ്യക്തിയെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ട് എന്താണ് ചെയ്തതെന്നറിയാമോ? ചില കാഴ്ചകൾ നൽകിക്കൊടുത്തിട്ട് അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നെണ്ണരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, പ്രാർത്ഥന ചില കാഴ്ചപ്പാടുകളെ മാറ്റുന്നതാണ്. പ്രാർത്ഥന ചില സങ്കുചിത മനോഭാവങ്ങളെ ഇടിച്ചു കളയുന്നതാണ്. പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം നമ്മെ അടുത്തതിലേക്ക് നടത്തുന്നതാണ്. ഉടനടി ആത്മാവ് പറയുകയാണ്, നിന്നെ അന്വേഷിച്ച് ചിലർ വന്നിട്ടുണ്ട്, അവരോടൊപ്പം പോക എന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ദൈവഹിതം എന്ന് പറയുന്നത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താ സംഭവിച്ചത്? ഒരേ സമയത്ത് 2 കാര്യത്തെ ദൈവം ചേർക്കുന്നത് കണ്ടോ? ഈ ചിലർ ചോദിക്കും, എങ്ങനെയാണ് ഈ ദൈവഹിതം തിരിച്ചറിയുന്നതെന്ന്. ഈ ഒരേ കാര്യത്തെ 2 സമയത്ത് ദൈവം ചേർക്കുകയാണ്. കൊർനെല്യോസിന്റെ വീട്ടിൽ ദൈവം ഇടപെട്ട സമയത്ത് തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാനായിട്ട് തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, വഴി ഉണ്ടാക്കാൻ പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ദൈവത്താലുള്ള വഴിയാണെങ്കിൽ ആ വഴി കറക്റ്റായി തെറ്റാതെ നിന്റെ അരികിൽ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവവൈതലേ, കൃത്യമായി നിന്റെ വീടിന്റെ അഡ്രസ്സ് തെറ്റാതെ, നിന്റെ കയ്യിലെത്തേണ്ടത്, നിന്റെ വീട്ടിലെത്തേണ്ടുന്നത് കൃത്യമായി നിന്റെ ഭവനത്തിലെത്തുമെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ്റെ വീട് തെറ്റാതെ യഹോവയാം ദൈവം അവിടെ എത്തി. ആരാണെന്നറിയാമോ? അബ്രഹാമിൻ്റെ വീട് തെറ്റാതെ ദീർഘനാളുകളായി 10-25 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥിച്ച മനുഷ്യനെ തിരക്കി ദൈവം എത്തി. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. 25 കൊല്ലമായി പ്രാർത്ഥിക്കുകയാണ്, മറുപടിയില്ല. പക്ഷേ പ്രാർത്ഥിച്ച വ്യക്തിയെ തിരക്കി ആര് വന്നു? ദൈവം വന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം,
ദൈവസന്നിധിയിലെ കാത്തിരിപ്പ് വിഫലമല്ല. ദൈവസന്നിധിയിലെ കണ്ണുനീര് വെറുതെയല്ല. ചില ദൂതുകൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കുക. എത്ര പേര് വന്നു? 3 പേര് വന്നു. പക്ഷെ സോദോം ഗൊമോറ പട്ടണത്തിലേക്ക് പോയപ്പോൾ എത്ര പേര് ചെന്നു? സ്തോത്രം, 2 പേരാണ് ചെന്നത്. 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ഒരാൾ എന്തിയേ? 18-ൽ 3 പേരുണ്ട്, 19-ൽ 2 പേരേ ഉള്ളൂ. എന്തിയേ? അതെ, ഒരാൾ ദൈവമായിരുന്നു. ആ ഭാഗം എന്നെ അത്ഭുതപ്പെടുത്തി. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും, നാട്ടിലാണെ പറയും ഉള്ളിവട കഴിക്കാൻ പോയതാന്ന് പറയും, ചിലരാന്ന് പറയും ബോണ്ട കഴിക്കാൻ പോയതാന്ന് പറയും. പക്ഷേ ആ വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് സോദോം ഗൊമോറ പട്ടണത്തിലേക്ക് പോയപ്പോൾ ഒരാൾ മിസ്സായി. എക്സാക്ട്ലി എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? സോദോം ഗൊമോറ പട്ടണങ്ങൾ ഹോമോസെക്ഷുവാലിറ്റിയുടെ വിളനിലമായിരുന്നു. വിശുദ്ധനായ ദൈവം ആ പട്ടണത്തിൽ പ്രവേശിച്ചില്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. ആ 2 ദൂതന്മാർ സോദോമിൽ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പട്ടണത്തിൽ ദൈവം പ്രവേശിക്കാതെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത് അടുത്ത കൊല്ലം ഞാൻ വരുമ്പോൾ നിനക്കിതൊക്കെ തരുമെന്ന് പറഞ്ഞതിന് ശേഷം ദൈവം പോയില്ല, ദൂതന്മാരെ വിട്ടു. കാരണം വിശുദ്ധനായ ദൈവം അശുദ്ധിയുള്ള പട്ടണത്തിൽ കയറില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലായി? ഒരു കാര്യം ഞാൻ പറയാം, ദൈവസന്നിധിയിൽ ചിലതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, പാപവും അശുദ്ധിയും ഉണ്ടെങ്കിൽ ദൈവം അതിൻ്റെ പടിവാതിലിൽ പ്രവേശിക്കില്ല. ഇന്ന് രാത്രി ഞാൻ ഭയപ്പെടുത്താനല്ല പറയുന്നത്. ഈ 2025 ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവദൂതന്മാർ കയറിയിറങ്ങണമെങ്കിൽ, നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് ദൈവം കയറിയിറങ്ങണമെങ്കിൽ ദൈവിക വിശുദ്ധി നമ്മളിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പുറപ്പാട് 32 എൻ്റെ ഭാഗമല്ല, പക്ഷേ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. പുറപ്പാട് 32, 33 അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ അരികിൽ നിന്ന് മാറി നടന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. മാറി നടന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് അയക്കാമെന്നാണ്. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. 30 ലക്ഷത്തോളം ആളുകൾ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. 6 ലക്ഷം പുരുഷന്മാരാണ് റമസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് പോയത്. അപ്പോൾ അവരുടെ ഭാര്യമാർ മക്കളെല്ലാം കൂടെ, ചില വേദപണ്ഡിതന്മാർ 30 പറയുന്നു, ചിലർ 40 പറയുന്നു, ചിലർ 20 പറയുന്നു. പോട്ടെ, ഞാനൊരു 15 അങ്ങ് എടുക്കുകയാണ്. ഈ 15 ലക്ഷം പേരിൽ 14,999 ആളുകൾക്കും ദൈവം മാറി നടന്നത് മനസ്സിലായില്ല. ഒറ്റ ഒരാൾക്കേ മനസ്സിലായുള്ളൂ. ആർക്കാ? മോശയ്ക്കേ മനസ്സിലായുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, മന്ന നിന്നിരുന്നെങ്കിൽ അവരന്വേഷിക്കുമായിരുന്നു എന്തുകൊണ്ട് മന്ന നിന്നു. ഞാൻ പറയാം, പല സമയത്തും ദൈവം മാറി നടക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവിക കൂട്ടായ്മയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. നമ്മൾ പറയുന്നത് ദൂതനായാലും പോരട്ടെന്ന്. ദൂതനായാലും ദൈവം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ദൂതനായാലും പോരട്ടെന്ന്. സ്തോത്രം. കാരണം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കാര്യം നടന്നാൽ മതി. പക്ഷെ വചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം പോകാത്തിടത്താണ് ദൂതനെ അയക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ദൂതനെ വിടാനല്ല ആഗ്രഹിക്കുന്നത്, തൻ്റെ ജനത്തോടു കൂടെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകം 21-ലും 22-ലേക്കുമൊക്കെ നമ്മൾ വരുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്, ദൈവത്തിന് സ്തോത്രം, ആ അധ്യായത്തിൽ 21-ൽ നമ്മൾ കാണുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, തൻ്റെ കൂടാരത്തിൽ ദൈവം തൻ്റെ മക്കളെ പാർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങൾ മനസ്സിലായോ? നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം, വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആരംഭ ദിവസങ്ങളിൽ വായിച്ച വാക്യത്തിലേക്ക് വന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യത്തെ ദിവസം വായിച്ചത്. ആ വാക്യത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് പറ്റിയില്ല, കുറച്ച് അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഇന്ന് രാത്രിയിൽ എടുത്ത ആ വാക്യത്തോട് വിശ്വസ്തത പുലർത്തണം. എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. എന്താണ് സത്യത്തിൽ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇത് കാറ്റാണ്,
ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇത് ഇലക്ട്രിക് ഷോക്കാണ്. ചിലർ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കുറേ നേരം ഇട്ട് തുള്ളിക്കാൻ വരുന്ന ഒരു സാധനമാണ് ഈ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അതിനെ കൈയടക്കി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉടനടി അടുത്ത വാക്യം, ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ദൈവശബ്ദം, ദൈവിക സൃഷ്ടിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ആ സ്ഥാനത്തെ പരിശുദ്ധാത്മാവ് കൈയടക്കി. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പത്തനംതിട്ട ടൗണിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ചില കാര്യങ്ങൾ നടന്നു. അദ്ദേഹം നേരെ വന്ന് അവിടേക്ക് ഇറങ്ങുകയല്ലായിരുന്നു. അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയൊക്കെ അവിടെ ആ ഗ്രൗണ്ടിൽ നടക്കുന്നവരാണ്. പക്ഷെ ഒരാഴ്ച മുമ്പ് തന്നെ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഗാർഡുകൾ, ദൈവത്തിന് സ്തോത്രം, കമാൻഡോകൾ ആ ഗ്രൗണ്ടിൻ്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തു. ഒരു വ്യക്തിയും അകത്തോട്ട് പോകാൻ പറ്റാതെ അവരുടെ കംപ്ലീറ്റ് നിരീക്ഷണത്തിൻ്റെ അകത്ത് വളരെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ആ സ്ഥലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ എതിരേൽക്കുവാൻ വേണ്ടി, അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കാൻ വേണ്ടി കൈയടക്കിയ ഒരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇതേ കാര്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഉടയവനായ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥാനം ദൈവാത്മാവ് കയ്യേറും. ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ, കുലുക്കാനല്ല, ഇളക്കാനല്ല, അതിൻ്റെ പിന്നാലെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ദൈവസഭയെ ദൈവാത്മാവ് ഇതിൻ്റെ അകത്ത് വന്നാൽ ഇന്ന് രാത്രിയിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്ത് എന്തുണ്ടാകും? ഒരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് എന്താണ്? അതിലേക്കാണ് ഇന്ന് രാത്രിയിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ യുഗമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു യുഗമെന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? കാരണം പഴയ നിയമകാലത്തിൽ വന്നും പോയും ഇരുന്നതുപോലെ ഒരു കാലമായി ആ ഒരു കാലം തീർന്നപ്പോൾ ഈ കാലത്തെക്കുറിച്ച് മറ്റാരും പറഞ്ഞതല്ല, യേശു പറഞ്ഞ വാക്കുകൾ, നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, നിങ്ങളിൽ വസിക്കേണ്ടതിന് ഞാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞ വാക്കുകളാണ്. യേശു പറഞ്ഞ വാക്കുകളായതുകൊണ്ട് തന്നെ ആ വാക്കുകൾ ആധികാരികമായ വാക്കുകളാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാതിരുന്നാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ വരില്ല. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, 2000 കൊല്ലം പിറകിലേക്ക് യാത്ര ചെയ്ത് കർത്താവ് യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ കർത്താവിനോടുകൂടെ ഒന്ന് യാത്ര ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഇല്ലേ? ആ അത്ഭുതങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് ആ മുഖമൊന്ന് കണ്ടിരുന്നെങ്കിൽ, അവിടുത്തെ പാദപീഠത്തിലൊന്ന് ഇരുന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ വചനം പറയുന്നത്, യേശു പറഞ്ഞത്, ആ കാലത്തിനേക്കാൾ ഒരു നല്ല കാലം വരാൻ പോവുകയാണ്. ആ കാലം എന്ന് പറയുന്നത് ഏത് കാലമാണ്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ ആമേൻ വരും, ഞാൻ പോയില്ലെങ്കിൽ വരത്തില്ല. അപ്പോൾ ഈ കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ ഞാനൊന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാ കാലങ്ങളിലും ദൈവത്തെ ആരാധിക്കാൻ ആരാധനയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചുള്ള ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരാധനാലയത്തിന് പ്രാധാന്യമില്ല. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പ്രാധാന്യമില്ല. കാരണം നാളെ ഈ ബേസ്മെൻ്റ് അടച്ചാൽ ഞങ്ങളുടെ ചർച്ച് പൊളിഞ്ഞെന്ന് നമ്മളാരും പറയില്ല. കാരണം ഈ സ്ഥലത്തിന് പ്രാധാന്യമില്ല. പ്രൈസ് ദി ലോർഡ്.
കൊറോണ വന്നപ്പോൾ 2-3 വർഷം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചർച്ച് അടച്ചിട്ടു. അതുകൊണ്ട് ആരാധനാലയം പൊളിഞ്ഞു, ഇനി ആരാധനയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥലമില്ല, ഒരിടമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു പ്രത്യേക വ്യവസ്ഥ കൊണ്ടുവച്ചു. ആരാണ് ആരാധനാലയം? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. ആ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയ നിയമകാലത്തെ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഞാനാണ് ദൈവത്തിന്റെ മന്ദിരം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് അടയ്ക്കാൻ നോക്കുന്നവർ, ഇത് പൂട്ടാൻ നോക്കുന്നവർ, ഇതിന് താഴിടാൻ നോക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തെന്നറിയാമോ? യെരുശലേമിലല്ല, ആ മലയിലല്ല. ദൈവത്തിന് സ്തോത്രം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ശമരിയക്കാരത്തിയായ സ്ത്രീ യേശുവിനോട് ചോദിച്ചു. ആകെ ടെൻഷനാണ്. കാരണം ഇസ്രായേലും ശമരിയരും ഒക്കെ അത് രണ്ടായിട്ട് തിരിഞ്ഞു. ശലോമോന്റെ കാലത്തിന് ശേഷമാണ്. അതിൻ്റെ അകത്തൊക്കെ നിന്നാൽ ഒത്തിരി കാര്യം നമുക്ക് പറയേണ്ടതായിട്ട് വരും. ശലോമോന്റെ കാലശേഷമാണ് സത്യത്തിൽ 12 ഗോത്രമുള്ള ഇസ്രായേൽ 2 ഗോത്രമായി മാറ്റപ്പെട്ടത്. ശലോമോന്റെ അനുസരണക്കേടാണ് അതിൻ്റെ കാരണം. രഹബിയാമെന്നും രഹോബിയാമെന്നും പേരുള്ള 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചപ്പോൾ 10 ഗോത്രം ഒരുമിച്ച് ചേർന്ന് ശമരിയ എന്ന് പറയുന്ന ഒരു സ്ഥലം, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേൽ, മറ്റേത് യെരുശലേം, തലസ്ഥാനം യഹൂദ, 2ആയി വേർപിരിഞ്ഞു. അങ്ങനെ ഭയങ്കര അടിയായി, പ്രശ്നമായി, 2 രാജാക്കന്മാരായി. ഇങ്ങനെ 2 ചരിത്രം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരാൾക്ക് ആരാധിക്കാൻ യെരുശലേം ദേവാലയം, മറ്റവർക്ക് ആരാധിക്കാൻ ആലയമില്ല. അവരൊരു സ്ഥലം തിരഞ്ഞെടുത്തു. അപ്പൊ ഈ സ്ത്രീ യേശുവിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിങ്ങൾ പറയുന്നു യെരുശലേമിലാണ് ആരാധിക്കേണ്ടുന്നത്, ഞങ്ങൾ പറയുന്നു ഈ മലയിലാണ് ആരാധിക്കേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൽ എവിടെയാണ് ഇനി ആരാധിക്കേണ്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഒരു കാര്യം പറഞ്ഞു. ആമേൻ. ചിലർ പറയുന്നത് ആ മലയിലും അല്ല ഈ മലയിലും അല്ലെന്ന്. അങ്ങനെയൊന്നും വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന് പ്രാധാന്യമില്ല, ഒരിടത്തിന് പ്രാധാന്യമില്ല. ആരാധിക്കുന്ന നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന നീ വചനത്തിന്റെ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തിനാ ദൈവം ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? നമുക്കറിയാം, പഴയ നിയമകാലത്ത് ആരാധനയുടെ ആ വ്യവസ്ഥയെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവർ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് സ്വന്തമായ ഒരിടത്തേക്ക് ദൈവം അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചപ്പോൾ അവർക്ക് ആരാധനയ്ക്ക് വേണ്ടുന്ന ക്രമീകരണം ദൈവം ചെയ്തു. കാരണം ആ രാജ്യം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ആ ഭൂപ്രദേശം ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിലായിരുന്നു. ഭരിച്ചവരുടെ മേലൊക്കെയുള്ള നിയന്ത്രണം ദൈവത്തിൻ്റെതായിരുന്നു. അപ്പോൾ ദൈവം മോശയോട് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിന് സ്തോത്രം പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക വെച്ച് നീ ഒരു കൂടാരം തീർക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗീയമായതിൻ്റെ പ്രതിബിംബമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരാലയമുണ്ട്. ആ ആലയത്തിൻ്റെ മോഡലാണ് ഭൂമിയിൽ മോശ പണിതത്. അതുകൊണ്ട് അതിൻ്റെ നീളവും വീതിയും കൂട്ടാനോ കുറയ്ക്കാനോ മോശയ്ക്ക് അധികാരമില്ലായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, സ്വർഗത്തിൽ ആലയമുണ്ടോ? തെളിയിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ പറയാം, വെളിപ്പാട് പുസ്തകം നിങ്ങൾ പോയി എടുത്തു വായിച്ചോ. പല സമയത്തും സ്വർഗത്തിൽ ദൈവത്തിന് സ്തോത്രം ഈ ആലയവുമായി ബന്ധപ്പെടുന്നത് പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഉറപ്പായും സ്വർഗത്തിൽ ഒരാലയമുണ്ട്. ആ ആലയത്തിൻ്റെ ഒരു കോപ്പിയാണ് മോശയ്ക്ക് ദൈവം കൊടുത്തത്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. 3ആയി അതിനെ തിരിച്ചു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിലേക്ക് വരുമ്പോൾ അവിടെ യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്. വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്. ആമേൻ. സ്വർണ്ണ വിളക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ധൂപപീഠമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന് സ്തോത്രം നിയമപ്പെട്ടകമുണ്ട്. മന്ന ഇട്ടുവെച്ച പൊൻപാത്രമുണ്ട്. അഹരോന്റെ തളിർത്തപടിയുണ്ട്. മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന കെരൂബുണ്ട്. നടുക്ക് ദൈവ തേജസ്സുണ്ട്. അപ്പോൾ ഇവിടെ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം മഹാപുരോഹിതന് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെ യാഗങ്ങൾ പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 യാഗങ്ങളുണ്ട്. സൗരഭ്യവാസനയുള്ള 3 യാഗങ്ങളും
സൗരഭ്യവാസനയില്ലാത്ത 2 യാഗങ്ങളും, ഭോജനയാഗം, ഹനനയാഗം, സമാധാനയാഗം, സൗരഭ്യവാസനയുള്ള യാഗം, സൗരഭ്യവാസനയില്ലാത്ത 2 യാഗം, അകൃത്യയാഗം, പാപയാഗം. അപ്പൊ ഈ 5 യാഗങ്ങളും മുറ തെറ്റാതെ ആമേൻ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ യാഗങ്ങളിലൊന്നും പാപത്തിന്റെ പരിഹാരം നടന്നില്ല. എന്താ കാര്യം? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇതിനൊന്നും പാപത്തെ നീക്കാൻ പറ്റില്ല. ഈ യാഗങ്ങളിലൂടെ എല്ലാം കാണേണ്ടിയിരുന്നത് കാൽവറി ക്രൂശിൽ ദൈവത്തിന് സ്തോത്രം യാഗമാകാനായിട്ട് പോകുന്ന നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെയാണ് കാണേണ്ടിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരത് കാണണമായിരുന്നു. പക്ഷെ അവർക്കത് കാണാനായിട്ട് കഴിഞ്ഞില്ല. മീഖ, ആമോസ്, ആ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനാണ്? 1000 തൈല നദിയിൽ ഞാൻ പ്രസാദിക്കുമോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. യാഗങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചപ്പോൾ ഉടയവനായ ദൈവം ഒരു തീരുമാനമെടുത്തു. ഇനി ഈ യാഗം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്തെന്നറിയാമോ? പ്രവാചകനായ യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നത്, ഞാൻ പുതിയൊരു ഹൃദയം ഞാൻ തരാൻ പോവുകയാണ്, പുതിയൊരാത്മാവിനെ ഞാൻ ആക്കാൻ പോവുകയാണ്. കല്ലായ ഹൃദയം നീക്കി മാംസളമായ ഹൃദയം ഞാൻ വെക്കും. എന്നിട്ട് താഴോട്ടുള്ള ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടത്തിൽ നടക്കുമാറാക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നത് കുലുക്കാനല്ല, ആട്ടാനല്ല, ബഹളമുണ്ടാക്കാനല്ല, വചനമനുസരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് ദൈവവചനമനുസരിച്ച് നടക്കാനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലായി? നമുക്ക് പലപ്പോഴും പല തെറ്റിദ്ധാരണകളായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അഭിഷേകമെന്നും മറ്റു പലതും പറഞ്ഞ് ആമേൻ ആത്മാവിൻ്റെ ഇടപെടലുകളിലെ തെറ്റായ പലതിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു കറക്ഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ എന്തിനാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ എന്തിനാണ് നമ്മുടെ ഉള്ളിൽ തന്നത്? ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വളരെ സിമ്പിളായി ഞാൻ മനസ്സിലാക്കി തരാം. ഒരു പാപിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവന് പാപബോധമുണ്ടാകുന്നു. അവനൊരു രക്ഷകന്റെ ആവശ്യത്തെ ബോധ്യപ്പെടുത്തുന്നു. അവനെ വചനാനുസരണത്തിലൂടെ, മാനസാന്തരത്തിലൂടെ, രക്ഷയിലൂടെ, വീണ്ടും ജനനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവന് പാപപരിഹാരം നൽകി അവനെ ഒരു ദൈവ പൈതലാക്കി, അവനെ പുതിയ നിയമ ആലയമാക്കി വിശുദ്ധിയിലേക്ക് നടത്തി നാൾക്ക് നാൾ ശക്തീകരിച്ച് നിത്യതയോളം കൊണ്ടെത്തിക്കുന്നു. ഞാനീ പറഞ്ഞത് ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിനെ ദൈവം എന്തിനാണ് തന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളതിൻ്റെ അടയാളങ്ങൾ എന്താണ്? അതെനിക്ക് ഇന്ന് രാത്രിയിൽ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ ആമേൻ നമ്മുടെ ഉള്ളിൽ തന്നതിൻ്റെ, ആമേൻ ഉള്ളിൽ ഉള്ളതിൻ്റെ 4 അടയാളങ്ങൾ ഇന്ന് രാത്രി പറയാൻ പോവുക. കാരണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു പലതുമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വന്നാൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. 1 ആമേൻ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഒരു നിമിഷം അവിടെ നിർത്തുക. നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തവരെ പറഞ്ഞു വിട്ടു. മടങ്ങി വന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി? വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
വചനം ഉരുവിട്ടവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 4:31 വാക്യത്തിലേക്ക് വരുമ്പോൾ 4:31 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഒന്ന് സ്റ്റോപ്പ് ഇടുക. എല്ലാവരും പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ? സ്തോത്രം. ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ എന്താ സംഭവിച്ചത്? ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയുന്ന ഇടത്ത് പലതും നമ്മൾ ടിവിയിലും നമ്മൾ പലയിടത്തും കാണുന്നത് എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പലതും കാണുമ്പോൾ തലയിൽ കൈവെക്കും. പക്ഷെ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എവിടെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടോ അവിടെ വചനമുണ്ട്. അവിടെ യേശുവിനെ പ്രസംഗിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ ഉയർത്തുകയാണ്. ഇതില്ലാത്തതൊന്നും ആത്മാവല്ല. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ അകത്തുനിന്ന് ഞാൻ തെളിയിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്ന് ഉറക്കെ അവരോട് പറഞ്ഞു. ഈ പത്രോസ് ആരായിരുന്നു? സ്തോത്രം. യേശുവിനോടൊക്കെ കൂടെ നടന്ന വ്യക്തിയാണ്. പക്ഷെ യേശുവില്ലാത്ത സമയത്ത് പിന്മാറിപ്പോയവനാണ്. പഴയ പടകും വലയും ഇട്ട് ആ പത്രോസിനെ തിരിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു. നീ സാക്ഷിയാകാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ സന്നിധിയിൽ നീ ഇരിക്കണം. നഗരം വിട്ടു പോകരുത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. 2-ാം അധ്യായത്തിൽ ആത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആത്മാവ് വന്നു, ചിലതൊക്കെ സംസാരിച്ചു. അവിടെ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവ് വന്നപ്പോൾ ഉറക്കെ പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? യേശുവിനെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരണം പരിശുദ്ധാത്മാവ് മഹത്വം കൊടുക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. ഹല്ലേലൂയ. ഞാൻ വചനത്തിന്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങളോട് തെളിയിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹി വിൽ ഗ്ലോറിഫൈ മീ എന്നാണ്. പരിശുദ്ധാത്മാവ് എന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ മഹത്വപ്പെടുത്തത്തില്ല, യേശുവിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. യേശുവില്ലാത്ത പ്രസംഗങ്ങൾ, ആമേൻ, ക്രൂശില്ലാത്ത പ്രസംഗങ്ങൾ, ക്രൂശില്ലാത്ത പല പ്രകടനങ്ങൾ കാണുമ്പോൾ വേദന തോന്നുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്നാൽ അവിടെ സംഭവിക്കുന്നത് വചനം പ്രസംഗിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ 2001 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരാളാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് എനിക്ക് വിളിയുണ്ടായി. 2016 ദൈവാത്മാവിനോട് ഇടപെടാൻ തുടങ്ങുന്നത്. ദൈവം എന്നോട് സംസാരിച്ചത്, നീ എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോകണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ പറയാം. മണിക്കൂറുകൾ ഞാൻ ദൈവസന്നിധിയിൽ ദൈവവചനവുമായിട്ടിരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പത്രം വായിക്കുന്നത് ഞാൻ നിർത്തി. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ചു. സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം ഞാൻ വിഡ്രോ ആയി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിനോടൊക്കെയുള്ള എൻ്റെ ഹൃദയത്തിലെ താല്പര്യത്തെ എടുത്തു കളഞ്ഞു. അധിക സമയം ദൈവസന്നിധിയിൽ എന്നെ ഇരുത്താൻ തുടങ്ങി. വചനത്തിലൂടെ ആഴമായി ഇടപെടാൻ തുടങ്ങി. ആമേൻ. ഈ ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇടത്ത് ആളുകളിൽ രൂപാന്തരം ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ ഉപയോഗിക്കണോ, നീ ദൈവത്തിൻ്റെ വചനവുമായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ പകർന്ന് എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ വചനാനുസരണത്തിന് സഹായിക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മാവ് വന്നാൽ ആരെ പ്രസംഗിക്കും? ആത്മാവ് വന്നാൽ ആരെ പ്രസംഗിക്കും? ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് ഈ കാലങ്ങളിലും അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ക്രിസ്തുവിങ്കലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ 4-ാമത്തെ ദിവസം രാത്രിയിൽ ചിലതിനെ സുവിശേഷ വേലയിലേക്ക് ദൈവാത്മാവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ വേല എന്ന് പറയുന്നത് നീ ജോലി വിട്ടിറങ്ങണമെന്ന് ഞാൻ പറയില്ല.
സ്തോത്രം. ദൈവം വിളിച്ചെങ്കിൽ ഇറങ്ങിക്കോ. പക്ഷെ കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ അകത്തൊരു ഭാരം വരും. എന്തു ഭാരമാ? സുവിശേഷം പ്രസംഗിക്കാനുള്ള ഭാരം, യേശുവിനെ പ്രസംഗിക്കാനുള്ള ഭാരം. കാരണം പരിശുദ്ധാത്മാവ് ഗ്ലോറിഫൈ ചെയ്യുന്നത് ക്രൈസ്റ്റിനെയാണ്, ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, അവിടുന്ന് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് എങ്ങനെ അറിയും? അവിടുന്ന് തന്ന ആത്മാവിനാൽ അറിയും. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ കുലുക്കമല്ല, ബഹളമല്ല, ഡ്രം അടിച്ചു പൊട്ടിക്കലല്ല. ദൈവത്തിന് സ്തോത്രം, ഇതൊന്നുമല്ല നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ നമ്മൾ അറിയാൻ തുടങ്ങും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് നമുക്കുണ്ടാകും. രക്ഷയുടെ വിലയെ നമ്മൾ തിരിച്ചറിയും. പുത്രത്വം എന്ന പദവിയെ തിരിച്ചറിയും. ആ രക്തത്തിലൂടെ ലഭ്യമാകുന്ന ദൈവത്തിന് സ്തോത്രം അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നമ്മിലേക്ക് വരാൻ തുടങ്ങും. അത് നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരപ്പെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. സുവിശേഷകന്മാർ എഴുന്നേൽക്കും, മിഷനറിമാർ എഴുന്നേൽക്കും, ആത്മഭാരമുള്ളവർ എഴുന്നേൽക്കും. ദൈവാത്മാവ് ഈ നാളുകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രിയച്ചാനോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു അത്ഭുതമുണ്ടായി. ഇന്നലെ രാത്രിയിൽ എൻ്റെ ഫോൺ നമ്പറിൽ എനിക്കൊരു വിളി വന്നു. പാസ്റ്ററല്ലേ, ഞങ്ങൾക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു കാണാം. ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ പകലിൽ അഹമ്മദിയ ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു. അവിടുത്തെ ആ പ്രയറെല്ലാം കഴിഞ്ഞ് അവർ വന്ന്, ഒരു കുടുംബമാണ് വന്നു. എനിക്കറിയില്ല അവരാരാണെന്ന്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. അവരെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരാൾ ഇവാഞ്ചലിക്കൽ ചർച്ചിലുള്ള ഒരാളാണ്. വൈഫ് കടുത്ത ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്റർമാരെ എനിക്കിഷ്ടമല്ലായിരുന്നു, ദൈവവചനം എനിക്കിഷ്ടമല്ലായിരുന്നു, പരിശുദ്ധാത്മാവിനെ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷെ കുറേ നാളുകളായി വചനം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സമാധാനം ദൈവം തരുന്നില്ല. സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞതാ, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസിനെ വിളിച്ചതുപോലെ എന്നെ അവിടേക്ക് ദൈവാത്മാവ് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്. 15-20 മിനിറ്റ് യേശുവിനെ കുറിച്ച്, സ്നാനത്തെക്കുറിച്ച് അവർക്ക് തെളിയിച്ചു കൊടുത്തു. നിങ്ങൾ ദൈവവചനം പഠിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, തിരിച്ചു പോന്നു. അവർ കൊണ്ടുവന്ന് എന്നെ വീട്ടിൽ വിട്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, ആത്മാവ് ചിലതിനെ നിത്യതയ്ക്കായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് ചിലതിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യം വിട്ടിറങ്ങത്തില്ലെന്ന് പറയുന്ന ചിലതിനോട്, ദൈവത്തിന് സ്തോത്രം ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറയുന്ന ചിലതിനോട് അതിന്റെ സമാധാനത്തെ കെടുത്തി ദൈവാത്മാവ് ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ട് കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4:31, ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ, ആമേൻ, പേടിച്ചിരുന്നവർ, മിണ്ടാതെ നടന്നവർ, ദൈവത്തിന് സ്തോത്രം ഭയപ്പെട്ടു പോയവർ, ഭീരുക്കളായവർ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയിൽ തീരുമാനമെടുക്കും, കർത്താവേ, എനിക്കൊരായുസ്സു ദൈവം തന്നാൽ, എനിക്കൊരു ഭാവി ദൈവം തന്നാൽ ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുമെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? നിങ്ങളുടെ കൈയൊന്ന് ഉയർത്താമോ? ദൈവത്തിന് സ്തോത്രം. എത്ര പേര് തീരുമാനമെടുക്കും? നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഒന്നുകിൽ ദൈവത്തിന് സ്തോത്രം ഒരു പാട്ടിലൂടെ ആയിരിക്കാം, അല്ലെ കർത്താവ് എനിക്ക് നല്ലവനാണെന്നായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്കൊരായുസ് തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി നിന്നുകൊള്ളാം, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയട്ടെ. ഹല്ലേലൂയ. സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. കാരണം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താ? ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് തൻ്റെതായി ഒന്നും ചെയ്യുന്നില്ല. കാരണം യേശു പറഞ്ഞു, അവൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് യോഹന്നാനിൽ നമ്മൾ വായിച്ചത്. സ്വയമായി ഒന്നും ചെയ്യാതെ, ആമേൻ, അറിഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും. കണ്ടോ? അതിന് തൊട്ട് പിറകിലത്തെ വാക്യം ഒന്ന് കാണിച്ചാട്ട്, 16-ന്റെ കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവൻ സ്വയമായി സംസാരിക്കാതെ. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഹി വിൽ ഗ്ലോറിഫൈ മീ, എന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. എന്നെ മഹത്വപ്പെടുത്തും. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവാത്മാവ് വന്നാൽ സ്തോത്രം, യേശുവിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. സ്തോത്രം. യേശുവുമായ അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് എത്തും.
കാരണം റോമാലേഖനത്തിൽ ആമേൻ സ്തോത്രം 5-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു എന്നൊരു പദമുണ്ട്. കണ്ടോ? താങ്ക് യു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ. അപ്പം ശരിക്കും ദൈവസ്നേഹം ഉള്ളിൽ വരുന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവാ തരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പോൾ ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ നോക്കിയാൽ മതി. നമ്മൾ അന്യഭാഷയുണ്ടോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ നമ്മൾ വിലയിരുത്തുന്നത്. ബഹളമുണ്ടാക്കുന്നോ ഇല്ലയോ എന്ന് വിചാരിച്ചാണ് ആമേൻ വിലയിരുത്തുന്നത്. അതൊന്നുമല്ലെന്ന് ഇന്ന് രാത്രിയിൽ മിണ്ടാതെ ഇരുന്നാലും ശാന്തമായിരുന്നാലും പുറത്തൊന്നും കാണാനില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, അകത്ത് തികഞ്ഞൊരു ദൈവസ്നേഹം തുളുമ്പുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയനോട് ചേരണമെന്നൊരാഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, യേശുവിനോട് അഭേദ്യമായൊരു സ്നേഹം നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്റെ അകത്ത് ആത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചിലർ പറയുന്നത് എനിക്ക് കർത്താവിനെ ഒട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം, വേണ്ടതുപോലെ ദൈവാത്മശക്തി വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ കൂട്ടായ്മ മനസ്സിലാകുന്നില്ല. സ്തോത്രം, കാരണം നീ വസിക്കാത്തത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ റിമൈൻ ഇൻ മീ, എബൈഡ് ഇൻ മീ, ഐ വിൽ എബൈഡ് ഇൻ യു. എന്നിൽ വസിക്കുക, ഞാൻ നിന്നിൽ വസിക്കും. നമ്മുടെ ദൗത്യമാണ് ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ അകത്ത് നമുക്ക് റോളൊന്നുമില്ലായിരുന്നു. കാരണം നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ റോളില്ലെങ്കിലും ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ നമുക്കൊരു റോളുണ്ട്. സ്തോത്രം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. ദാവീദിലും ശലോമോനിലും ഞാൻ കണ്ട വ്യത്യാസം അതാണ്. ഞാനിവിടെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ശലോമോൻ അറിവുള്ളവനായിരുന്നു. ആമേൻ. ദാവീദിനുണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങ് ജ്ഞാനം ശലോമോന് ദൈവം നൽകി. പക്ഷേ വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ അറിവ് കൊണ്ട് ശലോമോൻ രക്ഷപ്പെട്ടില്ല. കാരണം ശലോമോൻ്റെ മനസ്സ് അത്തരത്തിലുള്ളൊരു മനസ്സായിരുന്നു. ദാവീദിന് അത്രയധികം മനസ്സൊന്നുമില്ലായിരുന്നെങ്കിലും, ആമേൻ, അറിവൊന്നുമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ദൈവിക കൂട്ടായ്മയ്ക്കായി വാഞ്ചിക്കുന്നൊരു ഹൃദയം ദൈവത്തിന് സ്തോത്രം ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അറിവില്ലെങ്കിലും, നിനക്ക് പരിജ്ഞാനമില്ലെങ്കിലും, ആമേൻ, നിനക്ക് കഴിവില്ലെങ്കിലും, ആമേൻ, ലോകം നോക്കുമ്പോൾ ആമേൻ എടുത്തുയർത്തി പറയുന്ന ഒന്നുമില്ലെങ്കിലും, ദൈവസ്നേഹത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന, ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ശബലഘടകജഗന അർത്ഥരാധനാധര, ഹല്ലേലൂയ, ജീസസ്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ചിലരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കട്ടെ. ഒരു മിഷനറി സഭയായി മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ ആ ശക്തി വന്നപ്പോൾ എന്നിലുണ്ടായ വ്യത്യാസം ഞാൻ പറയാം. എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമുണ്ടായി. സ്തോത്രം. ആഴമായ സ്നേഹം. അത് വിവരിക്കാൻ പറ്റത്തില്ല, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം നടക്കുന്നത് അകത്താണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പുറത്തുള്ള കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിപ്പോയി, പുറമേ ആയിപ്പോയി. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ തന്നെ ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ആൾക്കാർ ചോദിക്കുക, കണ്ടില്ലേ നിങ്ങളുടെ ആൾക്കാർ ഇതൊക്കെ എന്തുവാ ഈ ചെയ്യുന്നത്? സ്തോത്രം. എന്താണ് കാരണമെന്നറിയാമോ? യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നത്. പ്രശ്നം ആമേൻ പുറത്തല്ല, പ്രശ്നം നാക്കിനല്ല, പ്രശ്നം കണ്ണിനല്ല, പ്രശ്നം കൈക്കല്ല, പ്രശ്നം കാലിനല്ല, പ്രശ്നം അകത്താണ് കിടക്കുന്നത്. അകത്തു മാറ്റം വന്നിട്ടില്ല. ആമേൻ. ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടില്ല, രൂപാന്തരം വന്നിട്ടില്ല. കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയമാക്കുവാൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ ആ ഒരു അധിവാസത്തിലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഇത്തരത്തിലുള്ള ജഡിക ഫലങ്ങൾ പുറത്തു വരുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആത്മാവകത്തുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്ത് വന്നാൽ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ഇന്ന് രാത്രിയിൽ സൗഖ്യം നടന്നില്ലെങ്കിലും, ഇന്ന് രാത്രിയിൽ വിടുതൽ നടന്നില്ലെങ്കിലും, ചിലരൊക്കെ സുവിശേഷത്തിനായി സമർപ്പിക്കും, ചിലരൊക്കെ പാപത്തിൻ്റെ വഴികളെ വിടും, ചിലരൊക്കെ വചനത്തിലേക്ക് മടങ്ങി വരും, ചിലരൊക്കെ ദൈവകൃപയിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. ചിലരൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരും. ജീസസ്. രണ്ടാമത്തേത്, ആത്മാവുള്ളതിൻ്റെ ലക്ഷണങ്ങളിൽ രണ്ടാമത്തേത്, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54-55 വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പറ്റും. ആത്മനിറവുണ്ടായിരുന്നു, മേശമേൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവിടുന്ന് പുറത്തിയാടി. ഒറ്റ പ്രസംഗം. ആ പ്രസംഗം നിങ്ങൾ നോക്കിക്കോണം. ഒരു മനുഷ്യൻ്റെ മുഖം നോക്കാതെ കർത്താവിനെ പ്രസംഗിച്ചു. അധികം നാളൊന്നും ശുശ്രൂഷ ചെയ്തില്ല, ഒറ്റ ശുശ്രൂഷ ചെയ്തുള്ളൂ. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവ് വന്നാൽ പ്രസംഗിക്കും. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു കൊണ്ടുവന്നു. നിങ്ങളൊന്ന് നോക്കിക്കേ, 100 കണക്കിന് വരുന്ന ജനങ്ങൾ. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരായ ആളുകളല്ല. ദൈവത്തിന് സ്തോത്രം. ദേഷ്യം വന്നാൽ കൊന്നുകളയും. അത്ര ദേഷ്യത്തോടെ ഒരു വലിയ കൂട്ടം തന്നെ തള്ളി ദൈവത്തിന് സ്തോത്രം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. കണ്ടതെന്താണെന്നറിയാമോ? ആമേൻ. എറിയാൻ വരുന്നവരുടെ കല്ലുകളല്ല, ദൈവത്തിന് സ്തോത്രം. ആമേൻ. തലയ്ക്ക് നേരെ പാഞ്ഞു വരുന്ന കരിങ്കൽ കഷണങ്ങളല്ല. കണ്ടത് ദൈവമഹത്വമാണ്. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ, പല പ്രതികൂലവും നിന്റെ പടകിന് നേരെ വന്നാലും, ദൈവവൈതലേ, നീ അതല്ല കാണുന്നത്, ദൈവമഹത്വത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി നാളുകൾ നിന്നിട്ട് മറ്റു പലതിലേക്കും പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ കാണുമ്പോൾ ഒറ്റ കാര്യം ഉറപ്പാണ്, അവർ ആത്മനിറവിലേക്ക് വന്നിട്ടില്ല. ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചതാകാം, ഒരിക്കൽ അന്യഭാഷ പ്രാപിച്ചതാകാം, പക്ഷേ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല അവർ ജീവിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ വിധേയത്വത്തിലല്ല അവർ മുമ്പോട്ട് പോയത്. അതുകൊണ്ട് എന്തു പറ്റി? അവർക്ക് പിന്മാറ്റം സംഭവിച്ചു. പക്ഷേ ആത്മാവ് നിറഞ്ഞവൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ. ആമേൻ. പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദൈവമുഖത്തേക്ക് നോക്കി. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ദൈവമുഖത്തേക്ക് നോക്കുന്നതാണ്. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിൽ നോക്കിയാൽ പലതും നമുക്ക് സമാധാനം തരത്തില്ല, സ്വസ്ഥത തരത്തില്ല. പക്ഷേ ദൈവാത്മാവ് വന്നാൽ അത് നിത്യതയിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്കായിരിക്കും, ഭൂമിയിലേക്കല്ല. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് മരണഭയമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് മരണഭയമില്ലായിരുന്നു. അദ്ദേഹത്തിന് മരണത്തെ പേടിയില്ലായിരുന്നു. സ്തോത്രം. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് താൻ കണ്ടത് ക്രിസ്തുവിനെയാണ്. ആരെയാണ് കണ്ടത്? പിതാവിൻ്റെ, ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന യേശുവിനെയാണ് കണ്ടത്. ഇന്ന് രാത്രിയിൽ യേശുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇന്ന് രാത്രിയിൽ എന്നെ കണ്ടില്ലെങ്കിലും, ആരെ കണ്ടില്ലെങ്കിലും, എനിക്കറിയില്ല, ദൈവാത്മാവ് ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായി ഇന്ന് രാത്രിയിൽ ഇടപെടുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ വെറുതെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നതല്ല. ആമേൻ. ഞാൻ അത്ര പ്രശസ്തനും അറിയാവുന്ന ആളൊന്നുമല്ല. പക്ഷേ ഒരു 3 ദിവസം ദൈവാത്മാവ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവം അയക്കാത്ത ഒരു സ്ഥലത്തേക്കും എന്നെ വിടരുത്. സ്തോത്രം. ഇന്നത്തെ കാലത്ത് വഴികൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ആരോടും ഞാനായിട്ട് വിളിച്ചു പറഞ്ഞില്ല, ഞാനായിട്ട് ചോദിച്ചിട്ടുമില്ല. പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനെ ഒരു രീതിയുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, അവിടുന്ന് അയക്കേണ്ടിടത്തേ അയക്കാവൂ. ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ ഇതിൻ്റെ അകത്ത് അയച്ചെങ്കിൽ ചിലരുടെയെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമഹത്വത്തെ നമുക്കൊന്ന് കാണാം, യേശുവിനെ നമുക്കൊന്ന് കാണാം, ക്രിസ്തുവിനെ നമുക്കൊന്ന് കാണാം. എന്നെ നിങ്ങൾ ആരും ഇന്ന് രാത്രിയിൽ കാണണ്ട. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിനെ ഒന്ന് കാണാം. ഹല്ലേലൂയ. ജീസസ്. ആമേൻ. ഹല്ലേലൂയ. വേഗം 3-ാമത്തെ ഭാഗത്തിലേക്ക് വരാം.
അപ്പോസ്തലപ്രവൃത്തികളിലെ എൻ്റെ വായനയിൽ, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ആത്മാവിനാൽ ഒരു വ്യക്തി ജീവിക്കുന്നുവെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകത. 11-ാം അധ്യായം 24-25 വാക്യത്തിലേക്ക് വരാം. അവിടെ ബർണബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ആ കണ്ടോ, എന്തു പറ്റി? ഒരു വ്യക്തിയുടെ മേൽ ആത്മാവ് വന്ന നിറവിൽ ജീവിച്ചപ്പോൾ വളരെ പുരുഷാരം കർത്താവിനോടുകൂടെ ചേർന്നു എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായി പറഞ്ഞാൽ ഒരു റിവൈവൽ ഉണ്ടായി. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അനേകർക്ക് പ്രയോജനമായി തീരും. ആ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? എന്താണ് ആ വിശേഷണ പദം? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നല്ല മനുഷ്യൻ. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു നല്ല മനുഷ്യരാകാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? സ്തോത്രം. നമുക്കൊരു നല്ല മനുഷ്യനാകാം. എന്തുകൊണ്ടാണെന്നറിയാമോ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞത്? വെറുതെ വചനത്തിൽ ഒരു കാര്യവും എഴുതി വെക്കത്തില്ല. നല്ല മനുഷ്യനാണെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു തരാം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ തർസോസിൽ പോയി തെരഞ്ഞു പിടിച്ചുകൊണ്ട് അന്ത്യോക്യയിൽ വന്ന് ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തവൻ ബർണബാസാണ്. എന്തു മനസ്സിലായി? പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ തർസോസിൽ പോയി തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചു. ഇന്നത്തെ പോലെ വാട്സാപ്പ് ഒന്നുമില്ല. വാട്സാപ്പ് ഉണ്ടെങ്കിൽ അയച്ചു വെക്കാം, വേറെ അറിയൂ. ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം, ഇങ്ങോട്ട് വന്നേര്. അന്ന് ഈ സംവിധാനമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹം പോയി സെർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. കാരണം എന്താ? ആത്മീക വെളിപ്പാടുള്ള നല്ല മനുഷ്യനൊരു കാര്യം അറിയാം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പ്രയോജനപ്പെടുന്നവനാണ്. അവൻ അന്ത്യോക്യയിൽ വന്നാൽ ഇവിടെയും ഇനി ഒരു ഉണർവ് നടക്കും. ഞങ്ങൾക്കൊന്നിച്ചിരിക്കണം, ഞങ്ങൾക്കൊന്നിച്ച് ഉപവസിക്കണം, ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം. അത് മനസ്സിലാക്കി ആത്മാവുള്ളവൻ എന്ത് ചെയ്തു? ഒരുത്തനെ വെട്ടിക്കളയുകയല്ല ചെയ്തത്, ഒരുത്തനെ ഉടയ്ക്കുകയല്ല ചെയ്തത്, ഒരുത്തന്റെ അവസരത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്തത്, അവനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. സ്തോത്രം. ആത്മാവുണ്ടോ ആത്മാവില്ലയോ എന്ന് ഒറ്റ കാര്യത്തിൽ അറിയാം. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരുത്തന് ഒരാളെയും വേദനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെന്നറിയാമോ? ആരും എളുപ്പത്തിൽ വന്നതല്ല. 15 വർഷമായി ഒരു സഭയുടെ പാസ്റ്ററാണ് ഞാൻ. എനിക്ക് ട്രാൻസ്ഫർ ഇല്ല. സ്തോത്രം. ഞാൻ 15 വർഷത്തിലധികമായി ഒരൊറ്റയെടുത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാനൊരു കാര്യം പറയാം, ദൈവദാസന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരാളെ വിശ്വാസത്തിൽ നിന്ന് കളയാൻ ഒരൊറ്റ വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരൊറ്റ ഇടപെടൽ മതി, നമ്മുടെ ഒരൊറ്റ സംസാരം മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത്ര കഷ്ടപ്പെട്ട് അത്ര ബുദ്ധിമുട്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ ആത്മാവുള്ളവൻ വാക്കുകൾ കൊണ്ടുപോലും നോവിക്കില്ല. എനിക്കതാ മനസ്സിലായത്. നമ്മൾ ഈ ആത്മനിറവിന് കൊടുത്തിരിക്കുന്ന വിശേഷണം എന്താ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നമ്മളെ പാപബോധത്തിലേക്ക് നടത്തും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്താം. എൻ്റെ അനുഭവം ആകുമ്പം കുഴപ്പമില്ലല്ലോ. 2024 21 ദിവസം ഉപവാസം ഞാൻ ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായും മമ്മിയും മാത്രമേ ഉള്ളൂ. ഒരു അനുഭവമാണ് കേട്ടോ, മനസ്സിലാക്കാനുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ സഹോദരനില്ല, അവൻ കാനഡയിലാണ്. അപ്പം എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളാണ്, ഞാനും എൻ്റെ വൈഫും. അപ്പം പ്രായമുള്ളവരായതുകൊണ്ട് ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മരുന്ന് മേടിക്കുന്നതെല്ലാം ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പം എൻ്റെ ദൈവദാസനെ 21 ദിവസം ഉപവാസം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 4-5 ദിവസം മുമ്പ് എന്തോ ഒരു കാര്യം പറഞ്ഞു. അതിൻ്റെ അകത്ത് ചെറിയൊരു ആശയപ്രശ്നം ഉണ്ടായി. എനിക്കത് ഒരു വിഷമമായിട്ട് തോന്നി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, പപ്പ എന്നോട് ചോദിച്ചു, നീയൊന്നും ഇല്ലേലും എടാ പഞ്ചായത്തുകാർ വന്ന് ഇതെല്ലാം ചെയ്തു തരുവടാന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ പഞ്ചായത്തുകാരങ്ങ് ചെയ്യട്ടെ. ഞാൻ ചിന്തിച്ചു, എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല. ഇത് സംഭവിച്ചത് ബുധനാഴ്ചയാണ്, അടുത്ത ഞായറാഴ്ച 21 ഇരിക്കാൻ പോവാ. എന്നാൽ പിന്നെ പഞ്ചായത്തുകാരങ്ങ് ചെയ്യട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇത്രയും നാൾ മരുന്നെല്ലാം മേടിച്ചു കൊടുത്ത് നമ്മളല്ലേ, ഈ തവണ ഞാൻ മേടിക്കുന്നില്ല, തന്നെ പോയി മേടിക്കട്ടെ. നമ്മളൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പണി കൊടുക്കാമെന്ന്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, 2 ദിവസം കഴിഞ്ഞു. ഞായറാഴ്ച പ്രാർത്ഥിച്ച് 21 ഇരിക്കാൻ പോകുന്ന ഓർത്തോണം. അതിന് 4 ദിവസം മുമ്പാണ് ഇത് സംഭവിച്ചത്. ആ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ട സ്വപ്നം എൻ്റെ അപ്പനും അമ്മയും കസേരയിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്ന ഒരു മുറിക്കകത്തിരിക്കുന്നു. ഞാൻ ആ വാതിലിൻ്റെ പിറകിലായി മാറി നിൽക്കുന്നു. സ്വപ്നമാണ്. ഈ ഇരിക്കുന്നവരെല്ലാം ഓഫീസേഴ്സാണ്, ഏതോ ഔദ്യോഗിക പദവിയിലുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് ആരോ എന്നോട് വന്നിട്ട് പറയുകയാണ്, നിന്നെ വിളിപ്പിക്കാൻ പോവാണ്. ഇത്രയും കണ്ടു, സ്വപ്നം കണ്ടു. ഞാൻ എഴുന്നേറ്റു. വെളുപ്പിനെ 2 മണി 3 മണിയായ സമയത്താണ് ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്നു. പെട്ടെന്ന് ദൈവാത്മാവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ന്യായാധിപ സഭയിരുന്നു, ന്യായവിസ്താര സഭയിരുന്നു, ന്യായവിധി പുറപ്പെട്ടു. അങ്ങനെ ഒരു വാക്യമുണ്ട്. റെഫറൻസ് ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി ആ വിഷയം ക്രമീകരിച്ചില്ലെങ്കിൽ എൻ്റെ ന്യായവിസ്താര കോടതിയിൽ നിന്നെ കയറ്റി ഞാൻ വിസ്തരിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്നറിയാമോ? നീതി എൻ്റെ ഭാഗത്തായിരിക്കും. പക്ഷെ അപ്പനും അമ്മയ്ക്കും കണ്ടോ, ന്യായവിസ്താര സഭയിരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് മുടിച്ചു എന്ന് പറഞ്ഞാൽ ന്യായവിസ്താര സഭ, ആ പദമാണ് ദൈവം എന്നോട് ഇടപെട്ടത്. ന്യായവിസ്താര സഭ. ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി, ഞാൻ പോയി ആ വിഷയം ക്രമീകരിച്ചില്ലെങ്കിൽ ദൈവം എന്നെ ന്യായം വിധിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വചനത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പനും അമ്മയും തന്നെയാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന് തെറ്റും പ്രയാസവും ഒക്കെ വന്നാലും അതൊക്കെ ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഉണ്ടാകും. ക്ഷമിക്കണം. എനിക്ക് മനസ്സിലായി, തമ്പുരാൻ്റെ കരത്തിൽ വീഴുന്നത് ഭാരമാണ്. 2, ദൈവം ഞാൻ ചെയ്ത ആ തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഉപവാസത്തിന് തടസ്സമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ രാവിലെ എഴുന്നേറ്റു. എൻ്റെ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ളത് ചേന പുഴുങ്ങിയതാണ്. പോയി ചേന പുഴുങ്ങി മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഞാൻ പറഞ്ഞപ്പാ, ഞാൻ പിണങ്ങി. എൻ്റെ മനസ്സിൻ്റെ അകത്ത് വിഷമമുണ്ടായിരുന്നു. എന്നോട് ക്ഷമിച്ചു. വൈകിട്ട് വന്നു. ഭയങ്കര ആത്മസാന്നിധ്യവും സന്തോഷവും ഉണ്ടായി. ആ 21 ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരു വാക്കുകൾ കൊണ്ടുപോലും ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, പഴയത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പണ്ടത്തേത് ദൈവത്തിന് സ്തോത്രം ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കില്ല. അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയും. ഇല്ലേ? ആത്മാവുള്ളവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം, വളരെ പുരുഷാരം ദൈവത്തോട് ചേർന്നു. ഇന്ന് രാത്രിയിൽ ദൈവശക്തി ഇതിൻ്റെ അകത്ത് വന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം, ആമേൻ. പാതിരാത്രിയിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആമേൻ ഈയലിൻ്റെ കൂട്ടം ദൈവത്തിന് സ്തോത്രം പാഞ്ഞു കയറി വരുന്നത് പോലെ ദൈവാത്മാവിൽ ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് ആത്മാവുണ്ടായാൽ ഇത് അന്വേഷിച്ച് ചിലർ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് അന്വേഷിച്ച് ചിലർ വരും. ആമേൻ, സ്തോത്രം. ചിലരെ ദൈവം ഇതിൻ്റെ അകത്തേക്ക് കൂട്ടിവരുത്തും, ചിലരെ നിന്റെ അരികിലേക്ക് കൂട്ടിവരുത്തും. സ്തോത്രം. പത്രോസിൻ്റെ അരികിലേക്ക് കൊർനെല്യോസിനെ അയച്ചതുപോലെ ദൈവം ചിലതിനെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരും. ആത്മനിറവിൻ്റെ 4ാമത്തെ ലക്ഷണങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. സ്തോത്രം, ആമേൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ആരാധനയും പാട്ടും പ്രാർത്ഥനയുമെല്ലാം
ആത്മനിറവിലായിരിക്കണം. അടുത്തത് യൂദായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്തത് ആമേൻ ഗലാത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ ജയിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് എന്തിലാണെന്നറിയാമോ? പാപത്തെ ജയിക്കാൻ നമുക്ക് കൃപ തരും. നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്തത്, ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുന്ന പാപങ്ങൾ, ഇതിനെ നമുക്ക് എങ്ങനെ ആമേൻ തരണം ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവാണ് നമുക്ക് ജയം തരുന്നത്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ട്. ജീസസ്, എനിക്ക് ലഭ്യമായ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ചില മിനിറ്റുകൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. എന്താണ് സത്യത്തിൽ പരിശുദ്ധാത്മാവ്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് കാറ്റല്ല, പരിശുദ്ധാത്മാവ് വെറും കുലുക്കമല്ല. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നാൽ ചില സുവിശേഷകന്മാർ ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽക്കും. ഇന്ന് രാത്രിയിൽ വചനം ഹൃദയത്തിൻ്റെ അകത്തിടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് യാത്ര ചെയ്തു പോയവർ, ഹല്ലേലൂയ, യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ വലിയ ബഹളമൊന്നുമല്ല, കോൺവെർസേഷനാണ്, സംസാരമാണ്, വെറുതെ സംസാരിക്കുകയാണ്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ പുറത്ത് വലിയ ബഹളങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും അകത്ത് ചില കത്തലുകൾ ഉണ്ടാകട്ടെ, അന്തരാത്മാവിൻ്റെ അകത്ത് ചില ചലനങ്ങൾ ഉണ്ടാകട്ടെ, അകത്തെ മനുഷ്യനിൽ ആത്മാവിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ജീസസ്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവകൃപയിലേക്ക്, ഇതുവരെ നടന്നിട്ടില്ലാത്ത ചില അനുഭവങ്ങളിലേക്ക് ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇത് മനസ്സിലാക്കിയ ആമേൻ പൗലോസും ഇത് മനസ്സിലാക്കിയ ശൗലും ബർന്നബാസും ഒന്നിച്ച് 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിൽ ഉപവാസമിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് ആമേൻ ആമേൻ അവരെ പുറത്തു കൊണ്ടുവരിക. അതിൻ്റെ അകത്തൊക്കെ ഒരു ആത്മീക ദൂതുകളുണ്ട്, അർത്ഥമുണ്ട്. സഭയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ 2 നഷ്ടം നേരിട്ടതാണ്, യാക്കോബ് അപ്പോസ്തലൻ്റെ നഷ്ടവും സ്തെഫാനോസിൻ്റെ നഷ്ടവും. ആ 2 നഷ്ടങ്ങളെ ആ ഉപവാസത്തിൽ ദൈവം നികത്തി. പകരം 2 പേരെ ദൈവത്തിന് സ്തോത്രം വേലയ്ക്ക് വേണ്ടി ഇറക്കി. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ പ്രവാചകന്റെ പേരില്ല, ദൂത് പറഞ്ഞവന്റെ പേരില്ല 13-ാം അധ്യായത്തിൽ. ഉപവാസത്തിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ്, ഉപവാസത്തിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. ആമേൻ, ദൂത് പറഞ്ഞയാളുടെ പേരെഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. മുഴുമഹത്വം ഇന്ന് രാത്രിയിൽ കർത്താവ് എടുക്കട്ടെ. പ്രസംഗിക്കുന്ന പാസ്റ്റർ റെൻസൻ ഒരു വിഷയമല്ല ഇതിൻ്റെ അകത്ത്. ഇന്ന് രാത്രിയിൽ ആരോടെങ്കിലും ദൈവാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ എന്നല്ല, എനിക്കറിയാം ചില ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് വളരെ ശാന്തമായി ഇന്ന് രാത്രിയിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച വിളിയിലേക്ക്, വിളിയെക്കുറിച്ചുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ പൗലോസ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ പ്രാർത്ഥനയിൽ എഫെസോസിലെ സഭയിൽ താൻ പ്രാർത്ഥിക്കുന്നത് വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, ജീസസ്, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, എൻ്റെ തലമുറയുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. ആമേൻ, ഞങ്ങളുടെ അകത്തെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. പുറത്തേതെല്ലാം വിട്ടേര്, കണ്ണുകളും കൈകളും കാലുകളും എല്ലാം വിട്ടേര്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ അകത്ത് ചിലത് ഇന്ന് രാത്രിയിൽ നടക്കണം, എൻ്റെ അകത്ത് ചിലത് നടക്കണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ. യെസ് ജീസസ്, ഗ്ലോറി ടു ഗോഡ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ കാണുകയാ, കർത്താവ് വന്നില്ലെങ്കിൽ ചില സുവിശേഷകന്മാർ ഇതിൻ്റെ അകത്തുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന ചിലത് ഇതിൻ്റെ അകത്തുണ്ട്. ദൈവവേലയ്ക്ക് വിളിയുള്ള ചിലത് ഇതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ലോകപ്രകാരം അറിഞ്ഞില്ലെങ്കിലും, ഉന്നതമായ പദവിയിലേക്ക് എത്തിയില്ലെങ്കിലും, യേശുവിന് വേണ്ടി നിൽക്കുന്ന ആത്മാക്കളെ നേടുന്ന ജീസസ്, ആത്മഭാരമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കൊള്ളാവുന്ന നല്ല മനുഷ്യരായ ചിലർ ചില മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്, ചില മിനിറ്റുകൾ കൂടി ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളെ ഇന്ന് രാത്രിയിൽ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ദൈവാത്മാവേ,
ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ. Glory to God. Hallelujah. Amen. അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസനും എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, ദൈവമക്കൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും ഒക്കെ ഓർത്തുകൊണ്ട് നിങ്ങളും തുടർന്ന് ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.